ഹലോ, നമുക്കിന്ന് അമ്പഴങ്ങ അച്ചാറിട്ടാലോ. അപ്പോൾ ആദ്യം അമ്പഴങ്ങ കഴുകി വൃത്തിയാക്കി ഇതേ രീതി, ഇത് ഞാനിടുന്ന ഒരു രീതിയാണ്. അമ്പഴങ്ങ ഇച്ചിരി വലുതായതുകൊണ്ട് അരിഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ ഇന്നിടുന്നത്. അമ്പഴങ്ങ അരിഞ്ഞ് വെക്കുക. അരിഞ്ഞ് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അച്ചാർ ഇടാൻ വേണ്ടി. അപ്പം അതിനാവശ്യത്തിനുള്ള അച്ചാർ പൊടി എടുത്ത് വെക്കുക. അതിനുശേഷം ഉരുളി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക്, ഒരുപാട് മൂത്ത് പോകരുത്, ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അച്ചാർ പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള അമ്പഴങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. എനിക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചേറെ ഇടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അമ്പഴങ്ങയൊക്കെ ഇട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അതൊന്ന് മൂടി വെച്ചിട്ട് പിറ്റേന്നെടുത്ത് സെർവ് ചെയ്യുക.